നമസ്കാരം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ആണവോർജ്ജ മേഖലയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. വേൾഡ് ന്യൂക്ലിയർ അസോസിയേഷന്റെ കണക്കനുസരിച്ച് നിലവിൽ ഇന്ത്യയുടെ ആണവോർജ്ജ ശേഷി വെറും 7.5 ഗിഗാവാട്ട് മാത്രമാണ്. എന്നാൽ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കും പരിവർത്തനത്തിനും അത്യന്താപേക്ഷിതമായ രീതിയിൽ 2047ഓടെ ഇത് 100 ഗിഗാവാട്ടായി ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നിലവിലുള്ളതിന്റെ 13 മടങ്ങ് വർധനവാണിത്. സിംഗപ്പൂരിലെ ന്യൂക്ലിയർ ബിസിനസ് പ്ലാറ്റ്ഫോമിന്റെ വിലയിരുത്തൽ പ്രകാരം ഇതിനായി ഏകദേശം $214 ബില്യൺ, അതായത് ഏകദേശം 20 ലക്ഷം കോടി രൂപ ചിലവ് വരും. ഇത്രയും വലിയൊരു തുക സർക്കാരിന് മാത്രമായി കണ്ടെത്തുക പ്രായോഗികമല്ല. അതിനാൽ 2025 ഡിസംബറിൽ പാർലമെന്റ് നിർണായകമായ ഒരു നടപടി സ്വീകരിച്ചിരുന്നു. ഡിസംബർ 20 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച ശാന്തി ആക്ട് 63 വർഷം പഴക്കമുള്ള അറ്റോമിക് എനർജി ആക്ട് റദ്ദാക്കുകയും ചരിത്രത്തിൽ ആദ്യമായി ആണവോർജ്ജ മേഖല സ്വകാര്യ പങ്കാളിത്തത്തിനായി തുറന്നു കൊടുക്കുകയും ചെയ്തു. ഈ മുന്നേറ്റത്തിന്റെ കേന്ദ്ര ബിന്ദു ചെറുകിട മോഡുലാർ റിയാക്ടറുകളാണ്. ഇതിനായി 2026 കേന്ദ്ര ബജറ്റിൽ SMR വികസനത്തിനായി മാത്രം 20,000 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. 2033ഓടെ 5 തദ്ദേശീയ SMRകൾ രൂപകൽപ്പന ചെയ്യാനും കമ്മീഷൻ ചെയ്യാനും ഈ തുക വിനിയോഗിക്കും. ദേശീയ വൈദ്യുതി വിതരണത്തിൽ ആണവോർജ്ജത്തിന്റെ പങ്ക് നിലവിലുള്ള 3% നിന്ന് 2050ഓടെ 25% ഉയർത്തുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഈ പശ്ചാത്തലത്തിൽ നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള 2 ഓഹരികളെ കുറിച്ച് നോക്കാം. ആദ്യത്തേത് കിർലോസ്കർ ബ്രദേഴ്സ് ആണ്. ആണവോർജ്ജ മേഖലയ്ക്കായി ഹൈ പ്രിസിഷൻ പമ്പ്സ് നിർമ്മിക്കുന്നതിൽ ഇന്ത്യയിലെ മുൻനിരക്കാരാണ് കിർലോസ്കർ ബ്രദേഴ്സ്. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം വർദ്ധിക്കുന്നതോടെ ആഭ്യന്തര ആഗോള ആണവോർജ്ജ പദ്ധതികളിൽ തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിക്കാൻ വലിയ സാധ്യതകളുണ്ടെന്ന് കമ്പനി പ്രതീക്ഷിക്കുന്നു. ആണവ നിലയങ്ങളുടെ സെക്കൻഡറി സിസ്റ്റങ്ങളിലാണ് കമ്പനി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഭാവിനി ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിനായി പ്രൈമറി, സെക്കൻഡറി സോഡിയം പമ്പുകൾ കമ്പനി നേരത്തെ വിതരണം ചെയ്തിട്ടുണ്ട്. കൂടാതെ അന്താരാഷ്ട്ര വിപണികളിലേക്കും പമ്പുകൾ കയറ്റുമതി ചെയ്തിട്ടുള്ളത് കമ്പനിയുടെ വൈദഗ്ധ്യത്തെ എടുത്തു കാണിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാസ്മ ഫിസിക്സ് പ്രൊജക്റ്റായ ഫ്രാൻസിലെ ITERലേക്ക് പമ്പുകൾ എത്തിച്ചും കിർലോസ്കർ എബാറ എന്ന സംയുക്ത സംരംഭത്തിലൂടെയും ആണവോർജ്ജ മേഖലയിൽ കിർലോസ്കർ ബ്രദേഴ്സ് തങ്ങളുടെ സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞു. നിലവിൽ സങ്കീർണമായ പ്രൈമറി കൂളന്റ് പമ്പുകൾ ഇന്ത്യയിൽ ആദ്യമായി വികസിപ്പിച്ചെടുത്ത കമ്പനി 700 മെഗാവാട്ട് റിയാക്ടറുകൾക്കായി ഇവ നൽകാൻ തയ്യാറെടുക്കുകയാണ്. തങ്ങളുടെ വിറ്റുവരവിന്റെ 2% ഗവേഷണത്തിനായി NPCILന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കൂടുതൽ പമ്പുകൾ വികസിപ്പിച്ചെടുക്കാനും ഈ മേഖലയിലെ വരാനിരിക്കുന്ന വലിയ ഓർഡറുകൾ കൈക്കലാക്കാനുമാണ് കമ്പനി ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. വാൽചന്ദ് നഗർ ഇൻഡസ്ട്രീസ് ആണ് അടുത്ത കമ്പനി. ഹെവി എഞ്ചിനീയറിംഗ്, നിർമ്മാണം, പ്രൊജക്ട് എക്സിക്യൂഷൻ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ കമ്പനിയാണിത്. പ്രതിരോധം, ആണവോർജ്ജം, ബഹിരാകാശം എന്നീ തന്ത്രപ്രധാന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കമ്പനി തങ്ങളുടെ ബിസിനസ് ഘടനയിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. 2025 സാമ്പത്തിക വർഷത്തിലെ കമ്പനിയുടെ വരുമാനത്തിന്റെ 39% ഈ മേഖലകളിൽ നിന്നായിരുന്നു. കഴിഞ്ഞ 40 വർഷത്തിലേറെയായി അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റുമായി അടുത്ത സഹകരണമുള്ള വാൽചന്ദ് നഗർ ഇൻഡസ്ട്രീസ് ഇന്ത്യയുടെ ആണവോർജ്ജ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നിർണായക പങ്കുവഹിക്കുന്നു. പുതിയ കമ്പനികൾക്ക് എളുപ്പത്തിൽ കടന്നു വരാൻ കഴിയാത്ത ചുരുക്കം ചില സ്ഥാപനങ്ങൾ മാത്രം മാറ്റിവെക്കുന്ന ഒരു വിപണിയിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ ആണവ മേഖലയിൽ യോഗ്യത നേടിയ വെറും 4 നിർമ്മാതാക്കളിൽ ഒന്നാണ് ഈ കമ്പനി. നിലവിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന 22 ആണവ റിയാക്ടറുകൾക്കായി കലാൻഡ്രിയകൾ, എൻഷീൽഡുകൾ, മോഡറേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറുകൾ എന്നിവ ഉൾപ്പെടെയുള്ള സുപ്രധാന ഹാർഡ്വെയറുകൾ വാൽചന്ദ് നഗർ ഇൻഡസ്ട്രീസ് നൽകിയിട്ടുണ്ട്. ഭാവിയിൽ വരാനിരിക്കുന്ന റിയാക്ടറുകൾക്കായി സ്റ്റീം ജനറേറ്ററുകൾ, ഡിസ്റ്റിലേഷൻ കോളംസ്, റിയാക്ടർ ഹെഡറുകൾ തുടങ്ങി ഒരു സമ്പൂർണ്ണ ന്യൂക്ലിയർ സ്റ്റീം സപ്ലൈ സിസ്റ്റം തന്നെ നിർമ്മിച്ചു നൽകാനുള്ള ശേഷി കമ്പനിക്കുണ്ട്. L&T, ഗോദ്രേജ്, ഭാരതി ഹെവി ഇലക്ട്രിക്കൽസ് തുടങ്ങിയ വൻകിട കമ്പനികളോടാണ് വാൽചന്ദ് നഗർ ഇൻഡസ്ട്രീസ് പ്രധാനമായും മത്സരിക്കുന്നത്. അടുത്ത 5-6 വർഷത്തിനുള്ളിൽ രാജ്യത്തെ ആണവോർജ്ജ ശേഷി 3 മടങ്ങോളം വർദ്ധിക്കുമെന്നാണ് കമ്പനി മാനേജ്മെന്റിന്റെ വിലയിരുത്തൽ. കൂടാതെ 220 മെഗാവാട്ട് വീതം ശേഷിയുള്ള 50 ഭാരത് സ്മോൾ റിയാക്ടറുകൾ സ്ഥാപിക്കാനും കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. വൻകിട പദ്ധതികളിൽ വലിയ കമ്പനികൾ മത്സരിക്കുമ്പോൾ ഇത്തരം ചെറിയ റിയാക്ടറുകൾക്കായുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ മത്സരങ്ങളെ അതിജീവിച്ച് വലിയ മുന്നേറ്റം നടത്താൻ തങ്ങൾക്ക് കഴിയുമെന്ന് കമ്പനി വിശ്വസിക്കുന്നുണ്ട്. ഭാരതത്തിന്റെ ആണവോർജ്ജ മേഖല പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും വലിയ വളർച്ചാ ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. 2047ഓടെ ആണവോർജ്ജ ശേഷി 7.5 ഗിഗാവാട്ടിൽ നിന്ന് 100 ഗിഗാവാട്ടായി ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യം. ഈ സാഹചര്യത്തിൽ കിർലോസ്കർ ബ്രദേഴ്സ്, വാൽചന്ദ് നഗർ ഇൻഡസ്ട്രീസ് തുടങ്ങിയ കമ്പനികൾ ഈ മേഖലയിലെ നിർണായക വിവിധ ഘട്ടങ്ങളിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുകയാണ്. എങ്കിലും 20 ലക്ഷം കോടിയുടെ ഈ വലിയ അവസരത്തെ സ്ഥിരമായി ലാഭമാക്കി മാറ്റാൻ കമ്പനികൾക്ക് കൃത്യമായ നടപ്പാക്കൽ ശേഷിയും സാമ്പത്തിക ഭദ്രതയും അത്യാവശ്യമാണ്.
കാരണം ആണവോർജ പദ്ധതികൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയമെടുക്കും. ഇതിനായി വലിയ തോതിലുള്ള പ്രവർത്തന മൂലധനവും വിവിധ സർക്കാർ അനുമതികളും ആവശ്യമാണ്. കൂടാതെ ഓർഡറുകൾക്കായി പൂർണ്ണമായും സർക്കാരിനെ ആശ്രയിക്കേണ്ടി വരുന്നത് ഇത്തരം ബിസിനസ്സുകളിൽ വലിയ വെല്ലുവിളികളും അപകട സാധ്യതകളും ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ഈ വമ്പിച്ച ആവശ്യകതകളെ ഓഹരികൾ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്തുന്നു എന്ന് നിരീക്ഷിക്കാൻ ഇവ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ സൂക്ഷിക്കാവുന്നതാണ്.